പങ്കാളിത്ത കൃഷിയുടെ പേരിൽ ആറളം ഫാമിലെ ആദിവാസി ഭൂമി വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും ദീർഘകാലത്തേക്ക് പാട്ടത്തിന് നൽകിയ ഫാം മാനേജ്മെന്റിന്റെ നടപടി പ്രതിഷേധാർഹമാണെന്ന് AITC ജില്ലാ ജനറൽ സെക്രട്ടറി KT ജോസ്. സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും തമ്മിലുള്ള ധാരണ പകുതി ഭൂമി, അതായത് 7500 ഏക്കറിൻ്റെ പകുതി ഭൂമി ഓരോ ഏക്കർ വീതം ഭവനരഹിതരായ 3500 ആദിവാസി കുടുംബങ്ങൾക്കും ബാക്കി വരുന്ന 3500 ഏക്കർ 4000 ഏക്കറോളം ഭൂമി കൃഷിഭൂമിയായി നിർത്തണം. ആ കൃഷിഭൂമിയായി നിർത്തുന്നത് ഫാമായി നടത്തുന്നത് ഈ ഭൂമിയിലെ വരുന്ന താമസക്കാരുടെ കുടുംബത്തിലെ പട്ടിണി മാറ്റുന്നതിന് അവർക്ക് തൊഴിൽ കൊടുക്കണം എന്നതിൻ്റെ അടിസ്ഥാനം അത് വ്യക്തമായ ധാരണയുടെയും അങ്ങനെ തന്നെയുള്ള എഗ്രിമെൻറ്റിൻ്റെയും അടിസ്ഥാനത്തിലാണ് 42.9 കോർപ്പസ് ഫണ്ടാണ്. ആദിവാസി വിഭാഗത്തിന് വേണ്ടി ചെലവ് ചെയ്യേണ്ടുന്ന കോർപ്പസ് ഫണ്ട് ഉപയോഗിച്ചാണ് ഈ ഭൂമി മേടിച്ചത്. ഭൂമി മേടിച്ചിട്ട് ഇതിൻ്റെ സംവിധാനം കാര്യങ്ങളെല്ലാം ഗവൺമെൻറ്റിൻ്റെ നിയന്ത്രണത്തിൽ തന്നെയാണ്. പട്ടികവർഗ വികസന വകുപ്പിൻ്റെ കീഴിലാണ്. ആ വകുപ്പിൻ്റെ കീഴിൽ ആറളം ഫാം ലാഭകരമാക്കുന്നതിന് ഏതാനും സ്വകാര്യ വ്യക്തികൾക്ക് 30 വർഷത്തേക്ക് പാട്ടത്തിന് കൊടുത്തതുകൊണ്ട് ഒരു കാര്യമില്ല. കാരണം 30 വർഷത്തേക്ക് കരാറ്, പാട്ടമോ ലീസോ മാനേജ്മെൻറ്റ് പറയുന്ന മറ്റേതെങ്കിലും വാക്കുകൾ ഉപയോഗിച്ചാലും ഒരു കക്ഷിയുടെ കയ്യിൽ 30 വർഷം ഈ ഭൂമി കിട്ടിയാൽ സ്വാഭാവികമായും അടുത്ത 30-ന് വേണ്ടി എങ്ങനെ അദ്ദേഹത്തിന് അത് കൈവശപ്പെടുത്താം? അപ്പോൾ ശാശ്വതമായി ആദിവാസി ഫണ്ട് ഉപയോഗിച്ച് വാങ്ങിയ ഭൂമി 30 വർഷക്കാലത്തേക്ക് കരാറെടുത്ത, അല്ലെങ്കിൽ പാട്ടത്തിനെടുത്ത, അല്ലെങ്കിൽ ലീസിനെടുത്ത, അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് പറയുന്ന ആ ഏതോ പദം, ആ പദത്തിൽ ഉപയോഗപ്പെടുത്തിയാൽ ഈ ഭൂമി കാലക്രമേണ സ്വകാര്യവൽക്കരിക്കപ്പെട്ടിട്ടുണ്ട്. ഇന്ത്യയിൽ ഇന്ന് നമ്മുടെ പൊതുസ്ഥിതിയാണ്. കാരണം ഗവൺമെൻറ് ഭൂമികളെല്ലാം ലീസിനെടുത്ത ആളുകൾ 90 വർഷം 99 വർഷം പിന്നീട് ഇന്ന് വരെയും ഒരു ഭൂമിയും തിരിച്ചടക്കും. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസത്തിന് അർഹതപ്പെട്ട സർക്കാരിൻ്റെ നിയന്ത്രണത്തിലുള്ള കാരിസം പ്ലാന്റേഷൻ്റെ ഭൂമി. അവരുടെ ആ ഭൂമിയുടെ ഉടമസ്ഥ അവരല്ല, പക്ഷേ അവർക്കാണ് ആ ഭൂമിയുടെ അവകാശം എന്ന് പറഞ്ഞ് അവർ കോടതി. ഇതേ സമീപനം ഈ ആറളം ഫാം ഭൂമിക്കടിയിലും ഉണ്ടാകുമെന്ന് ഞങ്ങൾ. 2, ആറളം ഫാമിലെ ഭൂമി കൊടുത്തിരിക്കുന്നത് കൃഷിഭൂമിയാണ്, തരിശായ ഭൂമിയല്ല. അപ്പോൾ ആ തരിശായ ഭൂമിയിൽ കൃഷി ഇറക്കുന്നതിന് ഒരു കുഴപ്പം. അവിടെ എല്ലാ വർഷവും ഇപ്പോൾ പൈനാപ്പിൾ നടാൻ കൊടുക്കുന്നുണ്ട്, പിന്നെ ഇടവിള കൃഷികൾ ചെയ്യാൻ കൊടുക്കുന്നുണ്ട്. ഇത് ഞങ്ങളുടെ യൂണിയനുകളും നാട്ടുകാരും അല്ലെങ്കിൽ അവിടുത്തെ ആറളം ഫാമിലെ തൊഴിലാളികളും ധാരണ എത്തിയിട്ട് ഞങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട് ഭൂമി ഒരു വർഷത്തേക്ക് കൊടുക്കുക. പിന്നെ തരിശ് ഭൂമിയിലാണ് ഇത് കൊടുക്കേണ്ടതെങ്കിൽ ഇപ്പോൾ 280 ഏക്കർ ഭൂമി ഒരു 5-8 വർഷത്തിന് മുമ്പ് റബ്ബർ മുറിച്ച ഫാമിൻ്റെ കൈവശമുള്ള ഭൂമി കാടായി കിടക്കുകയാണ്. അത് വനമായി മാറി അവിടെയാണ് ഈ കാട്ടാന മുഴുവൻ കേന്ദ്രീകരിക്കുന്നത്. അപ്പോൾ ഈ ഫാമിനെ സംരക്ഷിക്കണമെന്നതാണ് ഉദ്ദേശമെങ്കിൽ ആ ഭൂമി കൊടുക്കാം. അവിടെ ഒരു 10 വർഷത്തേക്ക് ഒരു കൃഷിക്ക് കൊടുത്തിട്ട് നിങ്ങൾ റബ്ബർ വെച്ച് തരണം, അല്ലെ കശുമാവ് വെച്ച് തരണം, നിങ്ങൾ എന്ത് കൃഷി ചെയ്താലും കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ ആ 285 ഏക്കർ ഭൂമി നമുക്ക് തെളിഞ്ഞു കിട്ടും. അത് പുനരധിവാസ മേഖലയോട് ചേർന്ന് കിടക്കുന്ന സ്ഥലമാണ്. അപ്പോൾ ആന ആ ഭാഗത്തുണ്ടാകുകയില്ല തുടങ്ങിയ കാര്യം. 2, ഇതിനകത്ത് പിന്നെ സംശയിക്കുന്നത് പട്ടികവർഗ വികസന വകുപ്പ് ഈ വിവരം അറിയില്ല. കാരണം തില്ലങ്കേരിയിൽ നിന്നുള്ള ഒരു പൊതുപ്രവർത്തകൻ വിവരാവകാശ നിയമം അനുസരിച്ച് പട്ടികവർഗ വികസന വകുപ്പിൽ നിന്ന് ചോദിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് കിട്ടിയ മറുപടി ഞങ്ങൾ മീൻസ് പട്ടികവർഗ വികസന വകുപ്പോ അല്ലെങ്കിൽ TRDMO ഇത്തരം ഒരു കാര്യങ്ങൾ അറിയില്ല. ബഹുമാനപ്പെട്ട മന്ത്രി ST വകുപ്പ് മന്ത്രി കേളു ആറള ഫാമിൽ വന്നപ്പോൾ അവസരത്തിൽ ഇരിട്ടിയിലെ പത്രമാധ്യമ പ്രവർത്തകരെ കൈപിടിച്ചു കൊണ്ടുപോയി ആ ക്ലാസ് മുറിയിൽ ഇരുത്തി പറഞ്ഞത് ഇത് ഞങ്ങൾ അറിയില്ല, വകുപ്പറിയാതെ ഇങ്ങനെ വകുപ്പറിയാതെ. അപ്പോൾ അതാണ് ഞങ്ങൾക്ക് ഇതിനകത്തുള്ള ആശ. വകുപ്പിൻ്റെ മാനേജ്മെൻറ്റിൻ്റെ ചെയർമാൻ കണ്ണൂർ ജില്ലാ കളക്ടറാണ്, MD തലശ്ശേരി സബ് കളക്ടറാണ്. 2 IAS ഉദ്യോഗസ്ഥർ തീരുമാനിച്ചാൽ അല്ലെങ്കിൽ അങ്ങനെ തീരുമാനിച്ചാൽ ഈ ഒരു സർക്കാർ ആദിവാസി ഫണ്ട് ഉപയോഗിച്ച് വാങ്ങിയ ഭൂമി ഇങ്ങനെ കൈമാറ്റം ചെയ്യാൻ കഴിയുമെന്ന് പറയുന്നതും വിശ്വസിക്കുന്നതിന് പ്രയാസമുണ്ട് ഞങ്ങളെ AITC സംബന്ധിച്ച്. അപ്പോൾ സർക്കാരിൻ്റെ ഒരുപക്ഷേ ഒരു നയത്തിൻ്റെ ഭാഗമാണോ എന്ന് ഞങ്ങൾ സംശയിക്കുന്നു. കാരണം സംസ്ഥാന സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ കൈവശമുള്ള ഭൂമി സ്വകാര്യ മേഖലയിൽ കൈമാറണമെന്ന ഒരു ഇടതുപക്ഷ നയത്തിന് യോജിക്കാത്ത ഒരു സമീപനം സ്വീകരിച്ചു വരുന്നതായി മനസ്സിലാക്കുന്ന അതിൻ്റെ ചുവട് പിടിച്ചുകൊണ്ടാണോ ഇക്കാര്യങ്ങൾ നടക്കുന്നത് എന്നതാണ്. മലയോരത്തിൻ്റെ സ്വന്തം പ്രാദേശിക ചാനൽ A-Channel. നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ 9447691771 9074215391. നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജനറ്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അതെന്ത് ചോദ്യാന്ന്? ആരെങ്കിലും ഒട്ടുപാലം എടുക്കാണ്ട് പോവാ? ഒട്ടുപാലം കെട്ടിപ്പിടിച്ച് അങ്ങോട്ട് ഇരുന്നോ. എന്റെ മനുഷ്യ റബ്ബർ ഷീറ്റ് ഇങ്ങനെ കുന്നുകൂട്ടിട്ട് എന്തോ ഉണ്ടാക്കാനാ? എന്നെ എന്തായാലും മതി, എന്റെ ഷീറ്റിനെ കളിച്ച് എന്റെ കയ്യിൽ നിന്ന് മേടിക്കുന്നു. അത് കറക്റ്റ്. ഉള്ള സമയത്ത് ഇതൊക്കെ ഒന്ന് തൂക്കി വിട്ടിട്ട് കാശൊന്നും കൊണ്ടെത്താ മനുഷ്യ.
MS ഗോൾഡ് പോയി കുറച്ച് സ്വർണം വാങ്ങട്ടെ. അത് യോറിന് എന്ത് ഇതിന്റെയൊക്കെ വില എപ്പോഴാ കുത്തനെ വീഴുന്ന ആർക്കറിയാം മനുഷ്യൻ. സിസിലി ആ പറഞ്ഞത് നേരാണ് സേവ. റബ്ബർ ഷീറ്റിന്റെ വില സ്ഥായിയല്ല, എപ്പോ വേണമെങ്കിലും താഴേക്ക് പോകാം. പക്ഷെ സ്വർണത്തിന്റെ വില അങ്ങനെയല്ല, അത് റോക്കറ്റ് പോലെ കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പറഞ്ഞു കൊടുക്കും മാഷേ. മാത്രവുമല്ല MS ഗോൾഡിന്റെ സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ പണിക്കൂലിയുമില്ല. എന്റെ പുടിയെ MS Gold and Diamonds, Iriti, Peravur, Ramanagara, Kanagapura, the real source of purity.